നിങ്ങളെ ഷഡ്ഡി മുതൽ ഏത് തുണിയായാലും എളുപ്പത്തിൽ ഇങ്ങനെ മടക്കി വെക്കാം. ഐഡിയകൾ കണ്ടോക്ക്. നിങ്ങളെ നിക്കർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിക്കർ ഇതുപോലെ മടക്കി തിരിച്ച് കയറ്റി അകത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. കാണത്തില്ല. ഇത് വൃത്തിക്ക് നോക്കി വെച്ച് ഉപകാരപ്പെടും. ഒരു കാർഡ്ബോർഡ് പെട്ടിയെടുത്ത് ഈ ചെറുക്കം കാണിക്കുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ടീഷർട്ട് എളുപ്പത്തിൽ മടക്കാം. ജാക്കറ്റ് ഉപയോഗിക്കാത്ത സാഹചര്യങ്ങൾ ഇങ്ങനെ മടക്കി കൈ അകത്തോട്ട് കുത്തി കയറ്റി തറ ഇതുപോലെ തിരിച്ചകത്ത് കയറ്റി മടക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. നിങ്ങളുടെ സോക്സിന്റെ ഒരെണ്ണം എപ്പോഴും കാണാതെ പോകുന്ന അസുഖം ഉണ്ടെങ്കിൽ സോക്സ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ച് ചുറ്റിനും വാരിക്കെട്ടി ഇതുപോലെ വെച്ച് അകത്തോട്ട് കയറ്റി മടക്കി തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ സോക്സ് സേഫായിട്ട് അവിടെ നിങ്ങളെപ്പോഴും അവിടെ എവിടെയും തൂക്കിയിടാതെ ഇതുപോലെ വൃത്തിക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ കാണുന്നവർക്ക് ശല്യം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് സൗകര്യമായിരിക്കും. എളുപ്പമല്ലേ? ഇത് ഷഫ്റ്റർ എളുപ്പത്തിൽ മടക്കണമെങ്കിൽ തേച്ച ശേഷം ഇതുപോലെ മടക്കി കൈകൾ ഇതുപോലെ ചുരുട്ടി വെക്കുക. എന്നിട്ട് ഇതിനെ നേരെ പകുതിയായിട്ട് ഇതുപോലെ വെച്ച് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷർട്ട് വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് എത്ര നേരം മണമൊന്നും ചുമങ്ങാതിരിക്കും. നിങ്ങളുടെ നൈറ്റ് ഡ്രസ് ഇതുപോലെ സെറ്റാക്കണമെങ്കിൽ പാൻറ് ഇതുപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ലാഭിച്ച് വൃത്തിക്ക് വെക്കാം. അതുപോലെ അതിന്റെ കൂടെയുള്ള ടീഷർട്ട് എടുത്തിട്ട് ഇതുപോലെ മടക്കി ഈ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് ഒരു സെറ്റായിട്ട് നിങ്ങൾക്ക് അലമാരെ സൂക്ഷിച്ച് വെക്കാം. ഒന്നും മിസ്സാവൂല, ചുളുകൂല. സെറ്റ്. ഒരാളുടെ കല്യാണം ആയതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ഒന്നും ഇല്ലായിരുന്നത്. അപ്പം നമ്മുടെ ഇതുപോലെയുള്ള കിടില ഐഡിയകൾ പൂച്ചാന്റെ ഐഡിയകളാണെങ്കിൽ പൂച്ചാന്റെ ഫോളോ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം, കമന്റ് ചെയ്യണം. പോട്ടാപ്പ ബൈ. പറഞ്ഞ കുറച്ച് ഐഡിയകളാണ്. ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ അടുപ്പിൽ എന്തെങ്കിലും സാമാനം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൊങ്ങി നശിച്ചു പോയിരിക്കണമെങ്കിൽ ഒരു ബട്ടർ എടുത്ത് ഇതുപോലെ കുറച്ച് തേച്ച് പറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൊങ്ങി എടുത്തുമില്ല, പൊങ്ങി വന്നാൽ തിരിച്ച് താന്നു പോവുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിന്റെ മൂതൽ എവിടെയെങ്കിലും ഉപയോഗിക്കുക കിടക്കുന്ന ബലൂൺ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് പെയിന്റ് അടിച്ചെടുക്കാൻ പറ്റും. ഐഡിയ നമ്പർ 2. തൊട്ട് നോക്കാനുള്ള അച്ചാറിന്റെ പാത്രം തുറക്കുക. അത് എന്ത് കഷ്ടമാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിന്റെ മണ്ടക്കിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതുപോലെ തുറന്നെടുത്ത് അച്ചാറ് തൊട്ട് നക്കാം. നിങ്ങളുടെ കയ്യിലൊരു വെളുത്തുള്ളി ഇതുപോലെ ഞെവിടിപ്പിച്ച് കുറച്ച് കറയാക്കിയിട്ട് മുട്ടയുടെ മഞ്ഞക്കരി ഇതുപോലെ എടുത്താൽ മഞ്ഞക്കൊരു പൊട്ടാ നിങ്ങൾക്ക് ബുക്കെടുത്ത് മാറ്റി പടത്തില്ല. എവിടുന്നെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന റോസപ്പ് കുറച്ചുനാൾ പച്ചവെള്ളം നിർത്തണമെങ്കിൽ ഒരു ആപ്പിൾ എടുത്തിട്ട് അതിൽ കുത്തി വെച്ച് ഇതുപോലെ മണ്ണിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുനാൾ ജീവനോടെ നിൽക്കും. നിങ്ങൾ മുമ്പിൽ ഏതെങ്കിലും പൊട്ടിയ തടി കഷ്ണം ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് റെഡിയാക്കാം. കുറച്ച് പശ എടുക്കുക. പശ എടുത്തിട്ട് മൂടി കൊണ്ട് ഇതുപോലെ എല്ലായിടത്തും ഒരുപോലെ ആക്കിയിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ച് ടൈറ്റ് ചെയ്ത് പോളിഷ് എടുത്താൽ മതി. നിങ്ങളുടെ നിക്കറിന്റെ സിബ് ഊരി പോയിട്ടുണ്ടെങ്കിൽ പൂരിപ്പോയ സിബ് എടുത്ത് ഇതുപോലെ ഒരു ഫോർക്കിൽ കയറ്റി വെച്ച് ഇതുപോലെ സിമ്പിളായിട്ട് ഊരിയെടുക്കാം. കടയിലൊന്നും കൊണ്ടുപോയി സമയവും സാമ്പത്തികവും കളയണ്ട. അപ്പോൾ ഇനി ഇതുപോലുള്ള പൂച്ചാന്റെ ഇടയിലാണെങ്കിൽ പൂച്ചാന്റെ ഫോളോ ചെയ്യുന്ന അഭിപ്രായങ്ങൾ കമന്റുകൾ ലൈക്കണം. പോട്ടാ ബൈ ബൈ ബൈ. നിങ്ങളുടെ വണ്ടിയിൽ ഒഴിക്കുമ്പം ഇതുപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു പ്ലാസ്റ്റിക് കവർ തുളയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒട്ടും മിസ്സാവാതെ നിങ്ങൾക്ക് ഫുള്ള് വണ്ടിയിൽ ഒഴിക്കാം. വീട്ടിന്റെ മൂലയിലൊക്കെ മുഴുത്ത കമ്പികൾ ഇതുപോലെ ഉപയോഗമില്ലാന്നുണ്ടെങ്കിൽ കുപ്പിയുടെ മണ്ട വെട്ടി ഇതുപോലെ അതിരം കയറ്റി അടപ്പ് ഇതുപോലെ സ്ക്രൂ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിളായിട്ട് തുണികൾ തൂക്കിയിടാം. വീട്ടിൽ എവിടെയെങ്കിലും ഇളവാതിരിക്കുന്ന സ്ക്രൂ എല്ലാം ഉണ്ടെങ്കിൽ 2 ആണി ഇതുപോലെ കറയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉരിയെടുക്കാം. ട്രൈ ചെയ്തോളാം. പല്ല് വെച്ച് സമയം കളാതെ കയ്യിലുള്ള ബ്രഷ് എടുത്ത് ഇതുപോലെ അങ്ങോട്ട് ഉരുക്കി ഒരു സ്പോഞ്ച് എടുത്ത് കിഴിച്ച് മൂട്ടിലെടുത്തോളായിട്ട് ഇതുപോലെ ബ്രഷ് പശ തേച്ചെടുത്ത് കഴിഞ്ഞാൽ ഗ്ലാസ് ഒക്കെ സിമ്പിളായിട്ട് ഇതുപോലെ കൈയെടുക്കാം. വിഷുവിന് പടക്കങ്ങളൊക്കെ പൊട്ടിക്കാറുണ്ടോടെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് കണ്ടൊക്കെ പൊട്ടിക്കണം കേട്ടാ. കൈയും കാലും ഒന്നും ആരും ഇഞ്ചറി ഉണ്ടാക്കി വെക്കരുത്. അപ്പൊ അടുത്ത ട്രിപ്പിലോട്ട് പോകാൻ നമുക്ക്. വീട്ടിലെന്തെങ്കിലും ചെറിയ പ്ലംബിങ്ങിന്റെ ഒക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടുവെച്ചോ. ഒരു ട്യൂബ് എടുത്ത് ഇതുപോലെ കീറി നടുക്കുന്നൊരു തുളയിട്ട് അവിടെ ഇവിടെ സ്ക്രൂ കൊടുത്ത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും വലിയ പൈപ്പിന്റെ അകത്ത് ഇതുപോലെ സ്ക്രൂ ചെയ്യണമെങ്കിൽ കാന്തം വെച്ച് ഇതുപോലെ നീക്കി എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവിടെ സ്ക്രൂ ചെയ്തെടുക്കാം.